ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ നേരിട്ട് വന്നത്. ഞാൻ എൻ്റെ ചാനലിൽ നേരിട്ട് വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഹലോ ഗൈസ്, ബിഗ് ബോസ് വിയോയിലോട്ട് സ്വാഗതം. വോട്ടിങ്ങിനെ സംബന്ധിച്ച ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. പ്രതീക്ഷിച്ച പോലെയല്ല, ജിൻഡോയും ജാസ്മിനും തമ്മിലല്ല ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്, ജിൻഡോയും അർജുനും തമ്മിലാണ്. അർജുന്റെ ലാസ്റ്റ് 2 വീക്കിലെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നോറയായിട്ട് പരകായ പ്രവേശനം ചെയ്ത ആ ഒരു കാര്യത്തിൽ നിന്ന് അർജുന്റെ ലെവൽ അങ്ങ് മാറിയേക്കുവാണ്. ഇപ്പൊ അർജുന് കുറേ അധികം ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് ജിൻഡോയും അർജുനും തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ജാസ്മിനും ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിൻഡോയും അർജുനും തമ്മിലാണ് നല്ലൊരു കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു എവിക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ 6ാമത്തെ ആളെ ലാലേട്ടൻ വന്നിട്ട് ഇപ്പൊ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ, വോട്ടിംഗ് അവസാനിപ്പിക്കാതെ അല്ലെങ്കിൽ വോട്ടിംഗ് നിർത്തിക്കൊണ്ട് ഒരാളെ പുറത്താക്കി വീണ്ടും വോട്ട് പുനരാരംഭിക്കുകയാണെങ്കിൽ ആ ഔട്ടായി പോകുന്ന ആള് ആരാന്നനുസരിച്ചിരിക്കും ജിൻഡോ ആണോ അർജുനാണോ വിന്നർ ആവുക എന്നത്. അതല്ലാതെ വോട്ടിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇവരെല്ലാവരും ഫിനാലെ പോയിട്ട് ആ ഒരു ബേസിലാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇപ്പം ശ്രീതു ഔട്ടായി പോകുകയാണെങ്കിൽ ശ്രീതുവിന്റെ വോട്ട് ഓഫ് കോഴ്സ് കയറാൻ പോകുന്നത് അർജുനായിരിക്കും. അങ്ങനെയാണെങ്കിൽ അർജുൻ തന്നെയാകും വിന്നർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാം. എന്നാൽ ഇപ്പൊ ഋഷിയാണ് പുറത്തു പോകുന്നതെങ്കിൽ ഋഷിയുടെ വോട്ട് എങ്ങോട്ടാ പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ജിൻഡോയ്ക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അർജുന് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പോകുമായിരിക്കും, അഭിഷേകിന് പോകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ ജാസ്മിൻ പോവുകയാണെങ്കിൽ, ജാസ്മിൻ്റെ ഒരു കാര്യം, ജാസ്മിൻ പോവില്ല എന്നാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ മാറ്റി പിടിക്കലാണല്ലോ. അപ്പോൾ ജാസ്മിൻ ആണ് പുറത്ത് പോകുന്നത് എങ്കിൽ ജാസ്മിൻ്റെ വോട്ട് ഉറപ്പായിട്ടും ജിൻഡോയ്ക്ക് കയറി പോകാൻ ഒരു സാധ്യതയില്ല. ജാസ്മിൻ ഫാൻസ് ആരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യില്ല. അപ്പോൾ അർജുനായിരിക്കും കിട്ടാൻ പോവുക. അങ്ങനെയാണെങ്കിൽ അർജുനായിരിക്കും വിന്നർ ആവാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ തീർത്ത് പറയാം, ഒന്നെങ്കിൽ ജിൻഡോ അല്ലെങ്കിൽ അർജുൻ, ഇവർ 2 പേരിൽ ഒരാളായിരിക്കും വിന്നർ ആകാൻ പോകുന്നത്. ഒരാൾ ഇൻ ദ സെൻസ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്, ഒന്നെങ്കിൽ ജിൻഡോ അല്ലെങ്കിൽ അർജുൻ. നേരത്തെ ജിൻഡോ ജാസ്മിൻ എന്നുള്ള ഒരു പേരായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. ജിൻഡോയും ജാസ്മിനും അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അഭിഷേകിന്റെ ഒരു പേര് ഒരു ഇടയ്ക്ക് വന്നിരുന്നെങ്കിലും വിന്നർ ആവാനായി ഇപ്പൊ സാധ്യത കൂടുതലുള്ളത് അർജുൻ അല്ലെങ്കിൽ ജിൻഡോ ആണ്. അപ്പം ഏത് ആർമിക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ആർമി അല്ല, ഏത് ഫാൻസുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ചാനൽ അർജുൻ്റെ PR-ൻ്റെ ആണ്. എൻ്റെ ചാനൽ അർജുൻ്റെ PR വർക്കൊന്നും അല്ല. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അയാൾക്ക് തന്നെ നിരന്തരം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് ലക്കും കൂടെയാണ്. 6ാമത് പുറത്തു പോകും, അതല്ലെങ്കിൽ എന്നിട്ട് വീണ്ടും വോട്ടിംഗ് പുനരാരംഭിക്കുകയാണെങ്കിൽ സംഗതി ആകെ പ്രശ്നത്തിലാവും. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക, അർജുൻ ആകണോ, ജിൻഡോ ആകണോ, അതോ ജാസ്മിൻ ആകണോ, ഋഷി ആവണോ, അഭിഷേക് ആവണോ, ശ്രീതു ആവണോ, ആരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ഫ്രം വർഷ.